ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമുക്ക് വായിക്കാം. ശ്വാസം കഴിപ്പാൻ എന്നെ സമ്മതിക്കുന്നില്ല, കയ്പ് കൊണ്ട് എൻ്റെ വയറ് നിറയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 17-ാം വാക്യം, കൊടുങ്കാറ്റ് കൊണ്ട് അവൻ എന്നെ തകർക്കുന്നുവല്ലോ, കാരണം കൂടാതെ എൻ്റെ മുറിവുകളെ പെരുക്കുന്നു. ശ്വാസം കഴിപ്പാൻ എന്നെ സമ്മതിക്കുന്നില്ല, കയ്പ് കൊണ്ട് എൻ്റെ വയറ് നിറയ്ക്കുന്നു. കയ്പ് എന്നതാണ് നമ്മുടെ ചിന്താ വിഷയം. കഴിഞ്ഞ ചില അവസരങ്ങളിലായിട്ട് കയ്പിനെക്കുറിച്ച് നാം ചിന്തിച്ചു. അതിലേറെ കയ്പേറിയ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നവരാണ്. കയ്പേറിയ അനുഭവങ്ങൾ, പെട്ടെന്നുള്ള അത്യാഹിതം, പെട്ടെന്നുള്ള മരണം, പെട്ടെന്നുള്ള കഷ്ടനഷ്ടങ്ങൾ, നഷ്ടം, ഒരു പെരിയ നഷ്ടം, നികത്താനാവാത്ത നഷ്ടം, ബിസിനസ്സിലെ പരാജയം, കുടുംബജീവിതത്തിലെ അലോഹ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വിവാഹ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ, ചില മാരകമായ രോഗങ്ങൾ പെട്ടെന്ന് വന്നു എന്നുള്ളതിൻ്റെ ഭയാനകമായ ആപത്ത്. കയ്പാണെന്നെല്ലാം എല്ലായിടത്തും. എന്തെല്ലാം സുഖങ്ങളുണ്ടെന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ കയ്പുണ്ട്. എല്ലാം തികഞ്ഞു എന്ന് നമുക്ക് തോന്നുന്ന, നാം നോക്കുമ്പോൾ തികഞ്ഞു എന്ന് നമുക്ക് തോന്നും, എന്നാൽ ആ ആളുടെ ജീവിതത്തിൽ കയ്പാണ്. കയ്പേറിയ ജീവിതത്തിൽ മധുരം തരുന്നതിനാണ് കർത്താവായ യേശു ക്രിസ്തു. കയ്പിൻ്റെ ഉള്ളിൽ മധുരം കർത്താവ് തരുന്നു. കയ്പേറിയ അനുഭവങ്ങളുണ്ട് നമുക്ക്, ദുരിതം പിടിച്ച അനുഭവങ്ങൾ അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഓരോരുത്തർക്കും ഉണ്ട് കയ്പേറിയ അനുഭവങ്ങൾ. എന്തെല്ലാം യാതനകൾ കൂടിയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. ഓരോ ദിവസം എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത്. ഒരു തികഞ്ഞ സംതൃപ്തി എനിക്കുണ്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. എനിക്കൊരു തികഞ്ഞ സംതൃപ്തിയുണ്ട് എൻ്റെ ജീവിതത്തിൽ. കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? തികഞ്ഞ സംതൃപ്തി. എൻ്റെ ഭർത്താവിൽ തികഞ്ഞ സംതൃപ്തിയുണ്ടോ? എൻ്റെ ഭാര്യയിൽ തികഞ്ഞ സംതൃപ്തിയുണ്ടോ? എൻ്റെ മക്കളിൽ തികഞ്ഞ സംതൃപ്തിയുണ്ടോ? എൻ്റെ മാതാപിതാക്കളിൽ തികഞ്ഞ സംതൃപ്തിയുണ്ടോ? അതാണല്ലോ കുടുംബം. എൻ്റെ ജോലിയിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടോ? ഇന്നുള്ള വരുമാനത്തിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടോ?
ഇന്നുള്ള ആരോഗ്യത്തിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടോ? ഇന്നുള്ള സ്നേഹബന്ധങ്ങളിൽ പൂർണ്ണ സംതൃപ്തിയുണ്ടോ? ഉണ്ട് എന്ന് പറയും. അത് പറയും, മനുഷ്യ ബോധിപ്പിക്കാൻ പറയും. ഇല്ലെന്ന് പറയില്ലെന്ന് ഞാൻ തോന്നുന്നില്ല, പറയും. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ചുഴിഞ്ഞു നോക്കിയാൽ അവിടെ ചില അസംതൃപ്തികളുണ്ട്, ചില പോരായ്മകളുണ്ട്. എന്തോ ഒന്നിനു വേണ്ടി കണ്ട് ഹൃദയം ദാഹിക്കുന്നു, ആഗ്രഹിക്കുന്നു, കിട്ടുന്നില്ല. കിട്ടാക്കനി എന്ന് പറയും, കിട്ടുന്നില്ല. ഏതോ ചില നല്ല പ്രതീക്ഷകൾ നമുക്കുണ്ടായിരുന്നു, പക്ഷേ പ്രതീക്ഷകൾ നിറവേറുന്നില്ല. മനസ്സ് അസ്വസ്ഥമാണ്, മനസ്സ് അതൃപ്തി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പലതിലും. ചിലർ പക്ഷേ നിങ്ങൾ ചിലർ കൂട്ടായ്മയിൽ അതൃപ്തിയുള്ളവരാണ്. കൂട്ടായ്മയിൽ വചനം കേൾക്കാൻ വരുന്നുണ്ട്, പക്ഷേ പലതിലും ഉള്ളം കൊണ്ട് ചേരുന്നില്ല, ഹൃദയം കൊണ്ട് ചേരുന്നില്ല. കൂട്ടായ്മയിലെ വ്യക്തികളോട് ചേരുന്നില്ല, കൂട്ടായ്മയിലെ വചനത്തോട് ചേരുന്നില്ല. അങ്ങനെ പലതരത്തിൽ ദൈവത്തിൻ്റെ വഴികളോട് ചേരുന്നില്ല, ആത്മാവിൻ്റെ വചനത്തോട് ചേരുന്നില്ല. എവിടെയെല്ലാമോ ചില പാകപ്പിഴകൾ, എവിടെയെല്ലാമോ ചില അസംതൃപ്തികൾ. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ അതൃപ്തി ഏതിലാണ്? കയ്പാണ്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയ്പാണ്. കയ്പ് എന്ന് പറയുമ്പോൾ വേറെ അർത്ഥം കൂടിയുണ്ട്. നീരസം, വിദ്വേഷം, കലി, കോപാക്രാന്തമായ പെരുമാറ്റം, പരസ്പര സ്പർദ്ധ, അസൂയ, എന്തെല്ലാമാണ് കയ്പ് പലതരത്തിൽ. ഈ കയ്പെല്ലാം മാറ്റി മധുരം തരാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തരാൻ കർത്താവിന് കഴിയും. എത്ര കയ്പേറിയ അനുഭവങ്ങളിലൂടെ പോകുന്നവർക്കും തീർച്ചയായിട്ടും മധുരം കർത്താവ് തരും. അതൊരു പ്രസംഗ ശൈലിയല്ല കേട്ടോ. പ്രസംഗത്തിൽ പറയുന്നൊരു വെറും വ്യാമോഹിപ്പിക്കുന്ന വാക്കുകളല്ല. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പുരുഷന്, ഒരു സ്ത്രീക്ക്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ കയ്പേറിയ യാതനകളും ദുരിതങ്ങളും വേദനകളും എല്ലാം വരുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു മധുരം കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ മധുരം കിട്ടുന്നത് അനുഭവിക്കാൻ സാധിക്കും, മധുരം നുകരാൻ സാധിക്കും. സഹോദരങ്ങളെ, നിങ്ങൾ പലരും കയ്പേറിയ അനുഭവങ്ങൾ കടന്നുപോയവരായിരിക്കും. ഇവിടെ നിന്ന് വായിച്ച ഇയ്യോബിൻ്റെ കാര്യമാണ്. ഇയ്യോബിൻ്റെ കയ്പ്. ഇതിനു മുമ്പ് അവസരത്തിൽ നാം കണ്ടു, ഇയ്യോബ് ആപത്തുകളുടെ, അനർത്ഥങ്ങളുടെ, അത്യാഹിതങ്ങളുടെ കയ്പിൽപ്പെട്ട് വലഞ്ഞവനാണെന്ന്. നല്ല മനുഷ്യനായിരുന്നു, നീതിമാനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു, സത്യസന്ധനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനുമായിരുന്നു. പക്ഷേ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഡിസാസ്റ്റേഴ്സ് ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നു. ഡിസാസ്റ്റേഴ്സ്, ദ ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. കഷ്ടപ്പാടുകളുടെ, അനർത്ഥങ്ങളുടെ, അത്യാഹിതങ്ങളുടെ, കഷ്ടനഷ്ടങ്ങളുടെ കയ്പ്. 10 മക്കളുണ്ട്, സമ്പന്നനാണ്, ധനസമൃദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. ഒട്ടേറെ ഒട്ടകങ്ങളും കഴുതകളുമുണ്ട്, ധാരാളം വേലക്കാരുണ്ട്, ധാരാളം പുരയിടങ്ങളുണ്ട്, ധാരാളം വയലേലകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാറ്റിലുപരി 3 പെൺമക്കളും 7 ആൺമക്കളുമുണ്ട്, 10 മക്കൾ. ഈ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു ഒരു വീട്ടിൽ വിരുന്ന് കഴിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു കൊടിയ കാറ്റടിച്ചത്. വീടിൻ്റെ 4 മൂലയ്ക്കടിച്ചു, വീട് തകർന്നു, മക്കൾ 10 പേരും ഒരുമിച്ച് മരിച്ചു. ചിന്തിക്കാൻ വയ്യ. 10 മക്കളും മരിച്ചു, ഇയ്യോബും ഭാര്യയും മാത്രം ശേഷിച്ചു. അതിനു മുൻപ് വേറെ അത്യാഹിതം വന്നു കഴിഞ്ഞിരുന്നു. ശബായർ അന്യനാട്ടുകാർ വന്ന് എല്ലാം അപഹരിച്ചുകൊണ്ട് പോയിരുന്നു. ഒട്ടകങ്ങളെയും കഴുതകളെയും എല്ലാം അപഹരിച്ചുകൊണ്ട് പോയിരുന്നു. വലിയ വലിയ അനർത്ഥങ്ങൾ, ഒന്നിനു പിറകെ ഒന്നായി അനർത്ഥങ്ങൾ. ഒരുപക്ഷെ നിങ്ങളും ചിലപ്പോൾ ഇതുപോലെ കയ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകും. ഒന്നിനു മീതെ ഒന്നായി അനർത്ഥങ്ങളുടെ പരമ്പര, ദുരിതങ്ങളുടെ ഒരു ഘോഷയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ദുരിതങ്ങളുടെ ഘോഷയാത്ര അല്ലേ? ദുരിതങ്ങളിങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ വരുന്നു. പാവപ്പെട്ട മനുഷ്യൻ ഞെരിഞ്ഞമരുന്നു, വിഷമിക്കുന്നു. എന്നാൽ സാത്താൻ ഈ അപകടങ്ങളെല്ലാം വരുത്തിയപ്പോഴും സാത്താൻ്റെ ഉദ്ദേശം യോബ് വിശ്വാസം ത്യജിക്കുമെന്നാണ്. വിശ്വാസം ത്യജിച്ചില്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് യോബ് പറഞ്ഞുള്ളൂ. ഒട്ടും പരിഭവിച്ചില്ല. സാത്താൻ പിന്നെ പരീക്ഷിച്ചത് ഇയ്യോബിൻ്റെ ശരീരത്തിൽ രോഗമായിട്ടാണ്. ദ ബിറ്റർനെസ് ഓഫ് ഡിസീസസ്. 1 ദ ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, 2 ദ ബിറ്റർനെസ് ഓഫ് ഡിസീസസ്, രോഗങ്ങൾ. ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. പരുക്കൾ
പരുക്കളിങ്ങനെ പഴുത്ത് പൊട്ടി ഒലിക്കുമ്പോൾ ദുർഗന്ധം, ആർക്കടുക്ക് നിൽക്കാൻ വയ്യ. ഭാര്യ ഇത്തിരി മാറി നിന്നിട്ട് മൂക്ക് പൊത്തിക്കൊണ്ട് മാറി നിന്നിട്ട് പറഞ്ഞു, അയ്യോ ഇനിയും നിങ്ങൾ ഈ ഭക്തി മുറി പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? മരിച്ചുകളാ, എന്തിനാ ജീവിച്ചിരിക്കണം? ഈ ദൈവഭക്തിയൊക്കെ എന്തിനാ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ ദൈവഭക്തി? ദൈവം നല്ലവനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വരാതെ നോക്കുകയില്ലായിരുന്നോ? ദൈവം സ്നേഹമാണെങ്കിൽ നിങ്ങൾക്ക് ഈ അപകടം വരാതെ നോക്കുകയില്ലായിരുന്നോ? ദൈവത്തെ ത്യജിച്ച് കളയുക, ദൈവത്തെ ഉപേക്ഷിച്ച് കളയുക, എന്നിട്ട് ആത്മഹത്യ ചെയ്യൂ. ആ സ്ത്രീയെ വിട്ടുപോയി, ഭാര്യ വിട്ടുപോയി. ഭയങ്കരമായിപ്പോയി, ഭയാനകമായ കാര്യമായിപ്പോയി. അപ്പോഴാണ് പിന്നെ ഇയ്യോബ് പിന്നെ 3 സ്നേഹിതന്മാരുടെ കാര്യം ഓർത്തത്. അവരൊന്ന് വന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, കൂട്ടായ്മക്കാരാണ്, പ്രാർത്ഥിക്കാറുള്ളവരാണ്, അവരൊന്ന് വന്നിരുന്നെങ്കിൽ. അവർ വന്നില്ല. ഇയ്യോബ് എപ്പോഴും നോക്കിയിരിക്കും ഗേറ്റിങ്ങിലേക്ക്, വരുമോ എൻ്റെ സ്നേഹിതന്മാർ വരുന്നുണ്ടോ, ഒരാശ്വാസമൊക്കെ പറയാൻ. ഈ ദുരിതം പിടിച്ച സമയത്ത് ഒരു നല്ല വാക്ക് പറയാൻ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്നുകൂടെ മുട്ടികുത്തിന്ന് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. ആരും വന്നില്ല. അവർക്ക് ന്യായങ്ങൾ കാണും, പല കാരണങ്ങൾ കാണും. ചിലപ്പോൾ അവർക്ക് സൗകര്യം കിട്ടിയെന്നവരില്ല, അവർ ബന്ധപ്പാടുള്ളവരല്ലേ. അതല്ലെങ്കിൽ ഇയ്യോബിൻ്റെ കാര്യം കേട്ടപ്പോൾ ആ ദയനീയമായ സ്ഥിതി ഇയ്യോബിനെ പോയി കാണാൻ ഒരു സഹതാപം കൊണ്ട് അവർക്ക് തോന്നിയില്ല എന്ന് വന്നേക്കാം. പല കാരണങ്ങൾ കാണും. ഏതായാലും അവർ വന്നില്ല. കാത്തിരുന്ന കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവർ വരുന്നുണ്ട്. 3 പേരുണ്ട്. തേമാനായ എലീഫസും ശൂഹിനായ ബിൽദാദും നയമാത്തിനായ സോഫറും. 3 പേരും ഒരുമിച്ചാണ് വരുന്നത്, കൂട്ടായ്മക്കാർ. പക്ഷേ അവർ വന്നു 7 ദിവസം മൗനമായിരുന്നു, മിണ്ടിയില്ല. ഭാര്യ പറയരുതാത്തത് പറഞ്ഞു, സ്നേഹിതന്മാർ പറയേണ്ടത് പറഞ്ഞില്ല. എല്ലാം ഉപദ്രവമാണ്. ഭാര്യ പറയരുതാത്തത് പറഞ്ഞു, സ്നേഹിതന്മാർ പറയേണ്ടത് പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് കടുത്ത വേദനയിലായി. ദ ബിറ്റർനെസ് ഓഫ് ലോൺലിനെസ്, ഏകാന്തതയുടെ കയ്പ്, ഏകാന്തത. ദ ബിറ്റർനെസ് ഓഫ് ലോൺലിനെസ്, ഏകാന്തത അനുഭവിച്ചു. ആരുമില്ലല്ലോ എൻ്റെ കൂടെ നിരിക്കാൻ, എന്നോട് നല്ല വാക്ക് പറയാൻ ആരുമില്ലല്ലോ, എന്നോട് സഹതാപമൊക്കെ പറയാൻ ആരുമില്ലല്ലോ, ഒരു ആശ്വാസമൊക്കെ പറയാൻ ആരുമില്ലല്ലോ. ദ ബിറ്റർനെസ് ഓഫ് ലോൺലിനെസ്, ഏകാന്തതയുടെ അസഹ്യത, ഏകാന്തതയുടെ കയ്പ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയെല്ലാം ആയപ്പോൾ പിന്നെ ഇതാ വേറൊരു കയ്പ്, ദ ബിറ്റർനെസ് ഓഫ് ഡിസ്പെയർ, നിരാശയുടെ കയ്പ്, നിരാശ. ഇയ്യോബിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നു. വായിച്ച് കേൾക്കാം. അനന്തരം ഇയ്യോബ് വായ് തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. ഇയ്യോബ് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ. പറയുകയാണ്, ശപിക്കുകയാണ്, തന്നെ ശപിക്കുകയാണ്. ഞാൻ ജനിച്ച ദിവസത്തെ ശപിക്കുന്നു, ജന്മദിവസത്തെ ശപിക്കുന്നു. ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, നശിച്ചു പോകട്ടെ എന്നാണ് പറയുന്നത്. ഇയ്യോബ് ഇത്ര നേരം പിടിച്ചു നിന്നു, ഇക്കണ്ട സമയം മുഴുവൻ പിടിച്ചു നിന്നു, വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. നമ്മൾ ചിലരൊക്കെ എങ്ങനെയല്ലേ, കുറേയൊക്കെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരാണ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ, എന്തെല്ലാം വന്നാലും, ഏതെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായി വന്നാലും, ആരെല്ലാം നിങ്ങളെ ദ്വേഷിച്ചാലും, ആരും നിങ്ങളുടെ വേദന അറിഞ്ഞില്ലെങ്കിലും, ആരും നിങ്ങളെ സഹായിക്കാൻ വന്നില്ലെങ്കിലും, കൂട്ടായ്മക്കാർ പോലും നിങ്ങൾ തെറ്റിദ്ധരിച്ചാലും, ഏറ്റവും നല്ലതായി വിചാരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും നിങ്ങളെ അവഹേളിക്കുകയോ നിന്ദിക്കുകയോ ചെയ്താലും, ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഓർക്കൂ, നിങ്ങളൊരിക്കലും ദൈവത്തെ മറന്നു പോകരുത്. ആളുകളെ മറന്നു പോകാം, ദൈവത്തെ മറന്നു പോകരുത്. ദൈവത്തെ മറന്നു പോകരുത്. ഒരിക്കലും നിങ്ങളുടെ നാവിൽ നിരാശയുടെ വാക്ക് വരരുത്, ശാപത്തിൻ്റെ വാക്ക് വരരുത്, ഞാൻ നശിച്ചു പോകട്ടെ എന്നൊരു വാക്ക് പറയരുത്, ഞാൻ മരിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു വാക്ക് പറയരുത്, എനിക്ക് മരിച്ചേ മതിയാകൂ, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞൊരു വാക്ക് പറയരുത്. ചിന്തിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. എന്ത് നിരാശകരമായ സാഹചര്യം വന്നാലും, ഒരുപക്ഷെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോയി നിങ്ങൾ വലഞ്ഞു പോയാലും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും എനിക്ക് ജീവിക്കണ്ടായെന്ന് തോന്നരുത്. സ്തോത്രം. എനിക്കറിയാം, അനേകരുടെ ജീവിതത്തിൽ അതുപോലെ യാതനാഭരിതമായ കാര്യങ്ങളുണ്ട്, അത്യന്തം ദുരിതപൂരിതമായ കാര്യങ്ങളുണ്ട്, ജീവിക്കേണ്ടെന്ന് തോന്നാവുന്ന സാഹചര്യങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഭാഗ്യവശാൽ എനിക്കതറിയാം, എന്ത് വന്നാലും ശരി എൻ്റെ ദൈവം നല്ലവനാണ്. എൻ്റെ ദൈവം അറിയാതെയല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്, ദൈവം അറിയാതെയല്ല ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. എന്നെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. സ്തോത്രം. മറക്കരുത്, എന്നെ വിളിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നെ പേർ ചൊല്ലി വിളിച്ചത് നിത്യനായ ദൈവമാണ്. എന്നെ
എൻ്റെ ഏതെങ്കിലും നന്മ കണ്ടുകൊണ്ടതല്ല കർത്താവ് വിളിച്ചത്, നന്മ കണ്ടുകൊണ്ടല്ല, ഏതെങ്കിലും മേന്മ കണ്ടുകൊണ്ടല്ല കർത്താവ് എന്നെ വിളിച്ചത്. ഞാൻ പാപിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ വിളിച്ചത്. എൻ്റെ കഴിഞ്ഞ കാല ജീവിതം മുഴുവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ വിളിച്ചത്. അവൻ എന്നോട് സ്നേഹമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ചിന്ത മാറരുത്. അവൻ എന്നോട് സ്നേഹമാണ്. യേശുക്രിസ്തുവിന് എന്നോട് സ്നേഹമാണ്. യേശുക്രിസ്തുവിന് എന്നെ വലിയ കാര്യമാണ്. ഇതൊരു സത്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? അതോ ഞാൻ ചുമ്മാ പറയുന്നതാണോ? കുറേയൊക്കെ അനുഭവിച്ചതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. കുറേയൊക്കെ അനുഭവിച്ച് ഈ ആസ്വാദ്യമായ ക്രിസ്തുവിന് സ്നേഹത്തിന് രുചി പറ്റിയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ ചുഴലിൽ കൂടി കടന്നുപോയ കാലങ്ങളുണ്ട്. വേദനയുടെ പാരമ്യത്തിലെത്തിയ സമയങ്ങളുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാതെ എല്ലാവരും നിസ്സഹായരായി നോക്കിയിരുന്ന സമയങ്ങളുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാതെ വിഷമിക്കുന്ന സമയങ്ങളുണ്ട്. ഒരു മനുഷ്യനെ നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. നാം ക്ഷീണിതരാകുമ്പോൾ, നാം അവശരാകുമ്പോൾ, നാം തളർന്നു പോകുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സഹായിക്കാൻ സാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം. ക്രിസ്തുവിന് മാത്രമേ നിങ്ങൾ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. മറക്കരുത്, യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്തോത്രം. ഭാഗ്യവശാൽ എനിക്കൊരു ഗുണം കിട്ടി. നിരാശ വന്നില്ല, ഒട്ടും വന്നില്ല. എല്ലാം എൻ്റെ കർത്താവ് കാണുന്നുണ്ടല്ലോ. കർത്താവ് അറിയാതൊന്നും സംഭവിക്കുകയില്ല. എല്ലാം കർത്താവ് കാണുന്നുണ്ടല്ലോ. എൻ്റെ തലമുടി ഇഴ എത്രയെന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷേ കർത്താവിനറിയാം എത്ര എണ്ണം ഉണ്ടെന്ന്. തലമുടി നാരുകൾ എണ്ണിയിരിക്കുന്നു. ഒരെണ്ണം കൊഴിഞ്ഞു വീഴാൻ സ്വർഗ്ഗസ്നായ പിതാവ് അറിയാതെ കൊഴിഞ്ഞു വീഴുകയില്ല. കർത്താവിൻ്റെ വചനമാണ്. ഞാൻ വിശ്വസിക്കുന്നു. മനസ്സ് തളർന്നില്ല. ഞാൻ സഹായത്തിൻ്റെ പർവ്വതത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ചുമച്ച് വിഷമിക്കുമ്പോഴും ഞാൻ ആ സഹായത്തിൻ്റെ പർവ്വതത്തിൽ നിന്ന് കണ്ണു മാറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. മെനുവെ പറയല്ല, അയ്യോ ക്ഷമിക്കണേ, കർത്താവിന് സ്തോത്രം. അതിനുള്ള കൃപയാണ് കർത്താവ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അന്നേരവും ഭാരം വരാതിരുന്നത് കർത്താവിൻ്റെ കൃപ. അത് ദൈവത്തിൻ്റെ ദാനമാണ്, എൻ്റെ കഴിവല്ല, എൻ്റെ ആത്മീയവുമല്ല. അങ്ങോട്ട് ദൃഷ്ടി ഉയർത്താൻ തോന്നിയത് ദൈവത്തിൻ്റെ കൃപ. എനിക്ക് സമാധാനം കിട്ടുന്നത് കർത്താവിൻ്റെ കൃപ. എല്ലാം കൃപ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല നിങ്ങൾക്ക് തോന്നരുത്. എന്നോട് ദൈവത്തിന് കരുണയില്ല എന്ന് തോന്നരുത്. ദൈവം എന്നെ സഹായിച്ചില്ല എന്ന് തോന്നരുത്. ഞാൻ ആരുമില്ലാത്തവനെന്ന് തോന്നരുത്. എനിക്ക് യേശുവുണ്ട്. എൻ്റെ കഷ്ടതയിലും എൻ്റെ രോഗത്തിലും എൻ്റെ വേദനയുടെ പാരമ്യത്തിലും ദുരിതപൂരിതമായ ജീവിത അനുഭവങ്ങളിലും യേശുവുണ്ട്. യേശു കാണുന്നു, യേശു അറിയുന്നു, യേശു എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അവനറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലാസറിൻ്റെ കല്ലറയ്ക്കൽ കർത്താവായ യേശുക്രിസ്തു വന്ന് നിന്നപ്പോൾ കർത്താവ് കണ്ണീർ വാർക്കുകയാണ്, കരയുകയാണ്. അതെന്താ കർത്താവ് കരയുന്നത്? കർത്താവിന് അസാധ്യമായിട്ട് വല്ലതുണ്ടോ? എന്തിനാണ് കർത്താവ് കരയുന്നത്? തൻ്റെ പ്രിയപ്പെട്ടവർ കരയുമ്പോൾ ഒപ്പം കരയുന്നവനാണ് യേശു. യേശു ഹൃദയമുള്ളവനാണ്. യേശു കരുണയുള്ളവനാണ്. യേശുക്രിസ്തു സ്നേഹമുള്ളവനാണ്. പ്രിയപ്പെട്ട മാർത്തയും മറിയും സഹോദരനോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശുവും ഒപ്പം കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കല്ലറയ്ക്കെത്തിയപ്പോൾ കർത്താവ് ഉയരത്തിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി, ഉള്ളം നൊന്ത് ഞരങ്ങി എന്നാണ് വായിക്കുന്നത്. ഉള്ളം നൊന്ത് ഞരങ്ങി എന്നിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്നേഹമാണ് ദൈവം. ഈ ഒരു വാക്ക് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിൽ വിഷമകരമായ സാഹചര്യങ്ങൾ നേരിട്ടാലും യേശുക്രിസ്തു സ്നേഹം മാത്രമാണ്. യേശുക്രിസ്തു അറിയുന്നു. യേശുക്രിസ്തു അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഒരിക്കലും ദൈവത്തെ ശപിക്കരുത്, തന്നെയും ശപിക്കരുത്, ആരെയും ശപിക്കരുത്. എപ്പോഴും നല്ലത് വരട്ടെ എന്നേ പറയാൻ പറ്റുമോ? നല്ലത് വരട്ടെ എന്ന്. ഒരു ബാലനെ അവൻ്റെ അപ്പൻ വല്ലാതെ ശകാരിച്ചു. അവൻ ഏങ്ങലടിച്ച് കരഞ്ഞു. അപ്പോൾ പിന്നെയും വഴക്ക് പറഞ്ഞു. വല്ലാതെ ഒരു കാര്യമില്ല, എന്തോ അപ്പം തോന്നി, എന്തോ ഇഷ്ടക്കുറവായിരിക്കണം. വല്ലാതെ ശകാരിച്ചു. അപ്പോൾ അപ്പൻ അവനോട് പറഞ്ഞു, ഇറങ്ങി പോടാ ഇവിടെ നിന്ന്, വേണ്ട, നിന്നെ എനിക്ക് വേണ്ട, ഇവിടെ വേണ്ട. അവൻ കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി. അവൻ പുറത്തിറങ്ങി കുറച്ചങ്ങ് നടന്നപ്പോൾ ഒരു ഭാഗത്തൊരു യാചകനിരിക്കുന്നു, ഭിക്ഷക്കാരൻ. അവൻ ആ ഭിക്ഷക്കാരൻ്റെ അടുക്കൽ ചെന്നിട്ട് ഭിക്ഷക്കാരനോട് പറഞ്ഞു, ആ കൈ എൻ്റെ തലമേലൊന്ന് വയ്ക്കാമോ? ഭിക്ഷക്കാരൻ മടിച്ചു. എന്തിനാ ഈ കൊച്ചൻ്റെ തലയിൽ ഞാൻ കൈ വയ്ക്കുന്നത്? ഇവൻ തന്നെ ആ ഭിക്ഷക്കാരൻ്റെ കൈ എടുത്ത് തലയിൽ വെച്ചു, അവൻ്റെ തലയിൽ വെച്ചു. എന്നെ ഒന്ന് അനുഗ്രഹിക്കാമോ? എൻ്റെ അപ്പൻ എന്നെ ശപിച്ചു, എന്നെ ഒന്ന് അനുഗ്രഹിക്കാമോ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ
മനുഷ്യൻ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു. നല്ലത് വരട്ടെ അന്ന് ലാറ്റിൻ ഭാഷയിൽ ബൊനവെന്തുരെ എന്നാണ്. ബൊനവെന്തുരെ, നല്ലത് വരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ലത് വരട്ടെ, അനുഗ്രഹമാണ്. കൊച്ചനെന്ന് അറിഞ്ഞിട്ടല്ല, പക്ഷേ അവൻ പറഞ്ഞു എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ബൊനവെന്തുരെ. ഈ ചെറുപ്പക്കാരൻ വളർന്നു. പിന്നെ പിന്നെ അവനൊരു ഭക്തനായി, അവൻ ദൈവവിശ്വാസിയായി. അവനാണ് സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി. അസീസിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പുണ്യാളൻ. നോക്കൂ, അപ്പന് ശപിച്ച മോനെ ഒരു ഭിക്ഷക്കാരൻ മനസ്സോടെ അനുഗ്രഹിച്ചു. അവൻ വളർന്നു, ഉന്നതനായി, ദൈവഭക്തനായി. അവൻ ഏറ്റവും പരിശുദ്ധന്മാരായ ചില ആളുകളുടെ ഇടയിൽ, വിശുദ്ധന്മാരുടെ ഇടയിൽ അറിയപ്പെടുന്നൊരു വിശുദ്ധനായി മാറി ഫ്രാൻസിസ് ഓഫ് അസീസി. ഈ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ അടുക്കൽ ആരെല്ലാം വന്നാലും അദ്ദേഹം അവരുടെ തലയിൽ കൈവയ്ക്കും. അതിന് കൈവച്ചിട്ട് പറയും ബൊനവെന്തുരെ എന്ന് പറയും, നല്ലത് വരട്ടെ എന്ന് പറയും. ഒരു ചെറുപ്പക്കാരൻ വന്നു, അവൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു ബൊനവെന്തുരെ. അന്ന് മുതൽ അവൻ്റെ പേര് ബൊനവെഞ്ചുവർ എന്നായി. അതൊരു വിശുദ്ധനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കഴിയുന്നിടത്തോളം അനുഗ്രഹിക്കുക, എല്ലാവരെയും അനുഗ്രഹിക്കുക, എതിരാളികളെ പോലും അനുഗ്രഹിക്കുക, നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കാത്തവരെ പോലും അനുഗ്രഹിക്കുക, നമ്മുടെ അഭിപ്രായത്തോട് ശത്രുത്വം പുലർത്തുന്നവരെ പോലും അനുഗ്രഹിക്കുക, നമ്മെ ആക്രമിക്കുന്നവരെ പോലും അനുഗ്രഹിക്കുക. നാം അനുഗ്രഹ പാത്രമാണ്, അനുഗ്രഹിക്കേണ്ട പാത്രങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നാം മഹത്വപ്പെടും. അനുഗ്രഹം, ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആകമാന വിഷയം അനുഗ്രഹം എന്നാണ്. അനുഗ്രഹം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ അതിൻ്റെ ഒടുവിലത്തെ 50-ാം അധ്യായം വരെയും വായിക്കുമ്പോൾ കാണാം അനുഗ്രഹത്തിൻ്റെ പടവുകളാണ് കാണുന്നത്. അനുഗ്രഹം മറ്റു വിഷയമാകിയാൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഒന്ന് പറയാം, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരുവീൻ. നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീർന്നാൽ നിങ്ങളിലേക്ക് അനുഗ്രഹം വരും. ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വസിക്കൂ ക്രിസ്തുവിനെ, ആശ്രയിക്കൂ ക്രിസ്തുവിൽ, ക്രിസ്തുവിൻ്റെ കരുണയിൽ ആശ്രയിക്കൂ. നിങ്ങൾക്ക് ശപിക്കണമെന്ന് തോന്നരുത്, ആരോട് നിങ്ങൾ കയ്പുണ്ടായിരിക്കരുത്. ഹൃദയത്തിൽ നിറഞ്ഞ അനുഗ്രഹം മാത്രം, നല്ലത് വരട്ടെ എന്നുള്ള ചിന്ത മാത്രം, നല്ലത് വരട്ടെ എന്ന്. ഒരു കുട്ടി, അവന് ഭയങ്കര ദേഷ്യം വന്നു, ഭയങ്കര ദേഷ്യം. അവൻ ചെന്നൊരു മലമേൽ കയറി, കുന്നിൻ്റെ മുകളിൽ കയറി, ദേഷ്യപ്പെട്ട വല്ലാതെ. എന്തിനാ, ആരോടാ, എന്താ ദേഷ്യം? എന്തോ കുടുംബത്തിൽ എന്തോ ഇഷ്ടക്കുറവായിരിക്കണം, എന്തായിരിക്കണം അറിയാൻ പാടില്ല. എന്തോ ഭയങ്കര ദേഷ്യം. അവൻ, ചിലർക്ക് അങ്ങനെയാണ്, കലി വന്നാൽ ഇന്നത് പറയുന്നില്ലല്ലോ. ചിലർക്ക് പെട്ടെന്ന് ഈ പിശാചിൻ്റെ ബാധ കൊണ്ട് കലി വരും, ഭയങ്കരമായ കോപം വരുന്ന പിശാചിൻ്റെ ബാധയാണ്. അവൻ മലയുടെ മുകളിൽ കയറി, ആരുമില്ല. ദേഷ്യം പിടിച്ചവൻ പറഞ്ഞു നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു, ഉറക്കെ വിളിച്ചു പറഞ്ഞു നശിച്ചു പോകട്ടെ എന്ന്. അപ്പോൾ അവൻ നമുക്ക് കുറച്ചപ്പം കഴിഞ്ഞപ്പോഴുണ്ട് ആ ശബ്ദം തിരിച്ചു വന്നു, നശിച്ചു പോകട്ടെ എന്ന്. കാരണം ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നാണ് പറയുന്നത്, അടുത്തൊരു താഴ്വരയാണ്, അപ്പുറത്തൊരു കുന്ന. അവൻ പറഞ്ഞ വാക്കുകൾ തിരിച്ചവന് വരികയാണ്, തിരിച്ചു വരുന്നു. അവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ആ വാക്ക് തിരികെ വരുന്നു, നശിച്ചു പോകട്ടെ. അയ്യോ, ഞാനിങ്ങനെ പറഞ്ഞു. അവൻ വീണ്ടും പറഞ്ഞു നശിച്ചു പോകട്ടെ. വീണ്ടും അത് തന്നെ തിരിച്ചു വരുന്നു. പ്രതിധ്വനിയാണ്, മാറ്റിലിയാണ്. ഇത് കഴിഞ്ഞപ്പോൾ തോന്നി നല്ലത് വരട്ടെ എന്നുറക്കെ പറഞ്ഞു. അപ്പോഴിതാ നല്ലത് വരട്ടെ നിങ്ങോട് കേട്ടുന്നു. അത് ഒരു ധ്വനി, നല്ലത് വരട്ടെ ഉറക്കെ പറഞ്ഞു. നല്ലത് വരട്ടെ എന്ന് അവന് പിന്നും കേൾക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുകയും കയ്പ് മാറും. നിങ്ങളുടെ ഒരു ഹൃദയത്തിൽ നിരാശ വരാതെ നിങ്ങൾ കാത്തുകൊള്ളുക, കയ്പ് മാറും. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം ദുരിതങ്ങൾ വന്നാലും അല്പം പോലും പതറാതെ, കഷ്ടനഷ്ടങ്ങളിൽ മനസ്സ് പതറാതെ, ദുരിതങ്ങളിൽ മനസ്സ് ആകുലപ്പെട്ടു പോകാതെ, ഏത് പ്രതിസന്ധി വന്നാലും അല്പം പോലും കുലുങ്ങാതെ, എനിക്ക് പിടിക്കുവാനൊരു കൊമ്പുണ്ട്, അത് ഇശായിയുടെ കൊമ്പാണ്, അത് ദാവീദിൻ്റെ വേരാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ ആദിയില്ലാത്ത ആദ്യവും അന്ത്യമില്ലാത്ത അന്ത്യവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ എൻ്റെ കർത്താവാകുന്നു. അവൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായി ഉദയനക്ഷത്രവുമാകുന്നു. അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ 1000 സുന്ദരൻ, അവൻ 10,000 സുന്ദരൻ. അവനിക്ക് വേണ്ടി തിരുവിലാവ് തുറന്നവനാണ്, എനിക്ക് വേണ്ടി തിരുരക്തം വാർന്നവനാണ്. എൻ്റെ പാവം പൊക്കുവാൻ വേണ്ടി അവൻ്റെ തിരുരക്തം എനിക്ക് വേണ്ടി ഊറ്റിയവനാണ്. കുറ്റമില്ലാത്ത രക്തം എനിക്ക് വേണ്ടി ഊറ്റി എന്നെ പാവത്തിൽ നിന്ന് മോചനം തരുവാൻ എനിക്ക് വേണ്ടി അത്ഭുതകരമായ സ്നേഹം പ്രകടിപ്പിച്ചവനാണ്. ഗോകുൽത്തായിലെ കുരിശിൽ, കുരിശ് ചൂട്ടിലേക്ക് വരുമ്പോൾ ആ സ്നേഹം നാം കാണുന്നു. കുരിശ് ധ്യാനിക്കുമ്പോൾ ആ സ്നേഹം നമുക്ക് ലഭിക്കുന്നു.
കുരിശിൻ്റെ അടിവാരത്തിലെത്തി നിന്നുകൊണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ആ സ്നേഹം തുടിക്കുന്നത് അറിയുന്നു. ആ സ്നേഹം തുടിക്കുന്ന തിരുമാറിലേക്ക് ചാരിയിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം തുടിക്കുന്ന ആ തിരുവിലാവിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തുടുപ്പുകൾ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അവൻ്റെ തിരുമാറിലേക്ക് ചാരുക, അവൻ്റെ തിരുവിലാവിൽ ഒളിക്കുക, അവൻ്റെ ചങ്കിനുള്ളിൽ ഒളിക്കുക, ആ തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും, നിങ്ങൾക്ക് സമാധാനം കിട്ടും, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. ക്രിസ്തുവിനെ തന്നെ നിങ്ങൾ മുറുകെ പിടിക്കുക, അനുഗ്രഹം വാങ്ങുക, അനുഗ്രഹിക്കുന്നതിനായി തീരുക. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാം, നമുക്ക് സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അതിമനോഹരമായൊരു സമയം ഞങ്ങൾക്ക് തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി. നിത്യപിതാവേ, മഹാപരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.